ഹലോ, ഇപ്പോഴത്തെ ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ വഴികളിലൂടെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോവാം. അപ്പോൾ വഴിയും കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്ത പോലെ സ്ഥലവും കണ്ട പോലെ അങ്ങനെ ഏതൊക്കെയോ ആമസോൺ കാടുകളൊക്കെ കടന്ന് ഞങ്ങൾ ഇതിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം വാമല മൃഗക്ഷേത്രത്തിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാവരും പോയതോ ആവും. എന്നാൽ നമ്മൾ ഇന്ന് പോയപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളാണ് നിങ്ങളിലേക്ക് കാണിക്കാൻ പോകുന്നത്. കണ്ടോ, ആ ബൈക്കും കൊണ്ട് ആ കുന്ന് കയറാനും വേണം ഒരു മനസ്സിലായി. എന്താണെന്നറിയില്ല കേട്ടോ, ഈ മലമുകളിലുള്ള അമ്പലങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം നമുക്ക് കുറച്ച് അഡ്വഞ്ചർ ഒക്കെ ചെയ്യുന്ന ഒരു ഫീൽ കിട്ടും. രണ്ടാമത്തെ കാര്യം നല്ല കാറ്റും നല്ല അറ്റ്മോസ്ഫിയറും ആയിരിക്കും ഈ മലമുകളിലൊക്കെ. ഇവിടെ വരുമ്പോൾ തന്നെ നല്ലൊരു സമാധാനം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിനുള്ളിലൊക്കെ പോയപ്പോഴേ നോക്കി അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്. ആഹാ, നല്ല ഭംഗിയുണ്ടല്ലേ. അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദത്തിൽ നിന്ന് എന്റെ മുന്തിരി അടിച്ചു മാറ്റിയിട്ടാണ് അവൾ ഈ പോണത്. ഓക്കെ, സാരമില്ല, നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഇവിടുത്തെ സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ചുറ്റും നല്ല നിശബ്ദത, പിന്നെ നല്ല കാഴ്ചകൾ, പിന്നെ ഇവിടുത്തെ ഒരു പണിതീരാത്തൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. ഇതിപ്പോ എന്തായാലും കൊള്ളാം. കൈ കഴുകാൻ വെള്ളം തപ്പി നടക്കായിരുന്നല്ലോ. അങ്ങനെ ഭാഗ്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. ഇനി ഇവിടെ നിന്നാൽ ശരിയല്ല, നമുക്കിനി ആ മരത്തിന്റെ അടുത്തേക്ക് പോവാം. ഈ പുണ്യ പുരാതന സ്ഥലത്ത് ആരാണ് ഇങ്ങനെ ആൽഫ ബീറ്റ എന്നൊക്കെ എഴുതി വെക്കുന്നത്? ആരാ ഇതൊക്കെ? ആരുടെ കലാവിരുന്നാണോ എന്തൊക്കെ? ഇനിയിപ്പോ നമുക്ക് ഹനുമാന്റെ പാദം ഒന്ന് ദർശിച്ചിട്ട് വരാം. ഇവിടെ കാര്യമായിട്ട് എന്തോ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പിന്നെ ഒരു പൂവും സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കാര്യമൊക്കെ നടക്കട്ടെ. ഇതോടുകൂടി നമ്മളുടെ ഈവനിങ് ടെമ്പിൾ ഡേറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി കൂടുതൽ വീഡിയോസിനായി നമ്മളെ ഫോളോ ചെയ്യാം. ഓക്കെ, ബൈ ബൈ.